ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിൽ എഐയുടെ ഫ്യൂച്ചർ എന്താണ്? ഇതൊരു വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് ഓക്കെ ഡെവലപ്പേഴ്സിൻ്റെ കഥ കഴിഞ്ഞു, ഒക്കെ എ ഐ റീപ്ലേസ് ചെയ്തു എന്നൊക്കെ. അതൊന്നും ശരിയല്ല. ശരിക്കും എ ഐ നമ്മളുടെ ഒരു ഭാഗമായിട്ടുണ്ട്. നമ്മളെ വെബ് ഡെവലപ്പേഴ്സിന് ഇപ്പോൾ എസ്പെഷ്യലി ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിൻ്റെ ഒരു ഭാഗത്ത് തന്നെ എ ഐ ഉണ്ട്. പക്ഷേ അവരുടെ കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു കോഡിംഗ് ബഡ്ഡി, ഇപ്പോൾ ഗിറ്റബിൻ്റെ കോപ്പൈലറ്റ് ആണെങ്കിൽ അതിന് അവരുടെ ഡോക്യുമെൻറ്റേഷൻ തന്നെ പറഞ്ഞ കോഡിംഗ് ബഡ്ഡി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കോഡ് എഴുതുന്ന കാര്യം, നമ്മളിപ്പോൾ ഒരു കോഡ് എഴുതുമ്പോൾ നമ്മളൊരു പറയാണ് എനിക്ക് ഇന്നൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ആ സാധനം കൊണ്ടുതരുന്ന ഒരാൾ. അത്രേ ഉള്ളൂ നമ്മളെ എ ടൂൾസുകൾ നമുക്ക് കോഡിങ് രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുക. അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് കോഡിങ്ങേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഡെവലപ്പ് ചെയ്ത ടൂൾസുകളൊന്നും വെച്ചിട്ട് കോഡേഴ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ടൂൾസുകളൊക്കെ അറിയാവുന്ന ഡെവലപ്പേഴ്സിന് നമ്മളെ അറിയാത്ത ഡെവലപ്പറെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എയുടെ കോഡുകളൊക്കെ നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ എയുടെ ടൂൾസുകൾ നമ്മൾ പഠിക്കുക, എ എങ്ങനെ ഗ്രോ ആവുമെന്ന് നോക്കി കാണുക. ഇതൊക്കെ കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് സേഫാണ്. ആസ് ഓഫ് നൗ ഡെവലപ്പേഴ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്യൂച്ചർ എൻ്റെ ഒരു നിഗമനത്തിൽ ഇവർക്കൊക്കെ കരിയർ കൂടുതൽ ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് കൂടാനാണ് സാധ്യത.